അവിടെ ഇന്റർനെറ്റ് ഇല്ല, പുറത്തിറങ്ങാൻ ഭയം, എങ്ങും പ്രതിഷേധക്കാരുടെ ബഹളം. യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ദില്ലി വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഒരു പ്രവാസിയുടെ വാക്കുകളാണിത്. ഇറാൻ കത്തുമ്പോൾ അവിടെയുള്ള ഓരോ ഇന്ത്യക്കാരന്റെയും സുരക്ഷയ്ക്കായി രാജ്യം കാവലിരിക്കുകയായിരുന്നു. ഒടുവിൽ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ആദ്യ സംഘം ഇന്ത്യയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. മോദിജി ഹേ തോ ഹർ ചീസ് മുംകിൻ ഹേ എന്ന ആത്മവിശ്വാസത്തോടെയുള്ള മുദ്രാവാക്യങ്ങളാണ് ഇന്ന് വിമാനത്താവളത്തിൽ മുഴങ്ങുന്നത്. മോദിജി ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്നുള്ള മുദ്രാവാക്യം. ഇറാനിലെ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളും അതിരൂക്ഷമായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്ത്യക്കാരെ ഒഴിപ്പിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി പൗരന്മാരോട് രാജ്യം വിടാൻ കർശന നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്ന് വിദ്യാർത്ഥികൾ, തീർത്ഥാടകർ, ബിസിനസ്സുകാർ എന്നിവരടങ്ങുന്ന വലിയൊരു സംഘമാണ് വെള്ളിയാഴ്ച രാത്രി വൈകി ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വന്നിറങ്ങിയത്. മടങ്ങിയെത്തിയവർ പങ്കുവയ്ക്കുന്ന അനുഭവങ്ങൾ ഞെട്ടിക്കുന്നതാണ്. കഴിഞ്ഞ ഒരു മാസമായി അവിടെ ഉണ്ടായിരുന്നെങ്കിലും അവസാന 2 ആഴ്ച സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. പ്രതിഷേധക്കാർ തെരുവുകൾ കീഴടക്കിയതോടെ വാഹനങ്ങൾ തടയുന്നതും ആക്രമിക്കുന്നതും ഒക്കെ പതിവായി മാറി. ആശയവിനിമയ സംവിധാനങ്ങൾ തകരാറിലായതോടെ നാട്ടിലുള്ള കുടുംബങ്ങളുമായി ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇവർ. എന്നാൽ ഇന്ത്യൻ എംബസി ഓരോ ഘട്ടത്തിലും ഇവർക്ക് കൃത്യമായിട്ടുള്ള വഴികാട്ടിയായി കൂടെ ഉണ്ടായിരുന്നു. ഡിസംബർ 28-ന് ടെഹ്റാനിലെ ഗ്രാൻഡ് ബസാറിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധം ഇന്ന് രാജ്യം മുഴുവൻ പടർന്നിരിക്കുകയാണ്. ഇറാനിയൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് തകർച്ച നേരിട്ടതാണ് ജനങ്ങളെ തെരുവിലിറക്കിയത്. ഇതിനൊപ്പം രൂക്ഷമായിട്ടുള്ള ജലക്ഷാമം, പവർ കട്ട്, പണപ്പെരുപ്പം, തൊഴിലില്ലായ്മ എന്നിവ സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാക്കി. പ്രതിഷേധം അടിച്ചമർത്താൻ ഭരണകൂടം ഇന്റർനെറ്റ് വിച്ഛേദിച്ചതോടെ പുറം ലോകവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് വിദേശകാര്യ മന്ത്രാലയം ജനുവരി 5-ന് നൽകിയ മുന്നറിയിപ്പ് ആവർത്തിക്കുകയും പൗരന്മാരെ എത്രയും വേഗം മടക്കിക്കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിക്കുകയും ചെയ്തത്. ഈ രക്ഷാദൗത്യം വെറുമൊരു മടക്കയാത്രയല്ല, ആഗോള തലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവ് കൂടിയാണ്. ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ മുതൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർ വരെ സർക്കാരിന്റെ ഇടപെടലിൽ വലിയ ആശ്വാസം തന്നെയാണ് പ്രകടിപ്പിക്കുന്നത്. എംബസിയുമായി ബന്ധപ്പെടാൻ പോലും പറ്റാത്ത സാഹചര്യമായിരുന്നു, പക്ഷേ സർക്കാർ ഞങ്ങളെ കൈവിട്ടില്ല എന്ന് മടങ്ങിയെത്തിയവർ സാക്ഷ്യപ്പെടുത്തുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വാണിജ്യ വിമാനങ്ങളിലൂടെ ബാക്കിയുള്ളവരെയും എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലേക്കുള്ള യാത്രകൾ താൽക്കാലികമായി ഒഴിവാക്കണമെന്നും അവിടെയുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.